നമസ്കാരം. മഴ തുടങ്ങിയപ്പോൾ തന്നെ SM സിൽക്സ് ഉടമസ്ഥനും പോപ്പി ഉടമസ്ഥനും മിച്ചഭൂമി കയ്യേറി നീർച്ചാൽ നികത്തിയ കിടങ്ങാമ്പറമ്പ് വാർഡിലെ കയർ മെഷീൻ ടൂൾസ് കമ്പനിയുടെ വടക്കേയറ്റം വെള്ളക്കെട്ടിലായി. ഒരുപാട് കുടുംബങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോഴേ ഇങ്ങനെയെങ്കിൽ ഇനി മഴ കനക്കുമ്പോൾ വീടുകൾക്കുള്ളിൽ വരെ വെള്ളം കയറും. 2024 നവംബർ മാസം ഒഴിപ്പിക്കേണ്ട ഈ കയ്യേറ്റം സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് മാത്രം നഗരസഭ ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കായിരുന്നുവെന്ന് നാട്ടിൽ പാട്ടാണ്. മറുനാടനും നിരവധി വാർത്തകൾ ചെയ്തു, കോടതിയും ഇടപെട്ടു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. നഗരസഭാ ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ നിസ്സഹായരാണെന്ന് നാട്ടുകാരും തിരിച്ചറിയുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭവൻ ഈ വെള്ളക്കെട്ടുള്ള പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. പൊറുതിമുട്ടിയത് കൊണ്ടാവാം ഈ വിഷയത്തിൽ ആദ്യമായി മെയ് 7-ന് RDO ഓഫീസിന് മുന്നിൽ പരിഷത്തുകാർ നീർച്ചാൽ പുനഃസ്ഥാപിക്കാൻ ധർണ നടത്താൻ പോകുന്നുവെന്ന് പോസ്റ്റർ വരെ ഇറക്കി. എന്നാൽ മെയ് 6-ന് ധർണ വേണ്ടെന്ന് വെച്ചു. കാരണം എന്തെന്ന് ഇപ്പോഴും നാട്ടുകാർക്കറിയില്ല. ഈ മഴ പെയ്യുമ്പോഴും ആൽഫ കോളേജിന്റെ പടിഞ്ഞാറോട്ടുള്ള വഴിയിൽ SM സിൽക്സ് ഉടമസ്ഥന് ആരും കാണാതെ പതിയെ മതിൽ കെട്ടിപ്പോക്കുകയാണ്. ഈ വിവരം നാട്ടുകാർ നഗരസഭയിൽ അറിയിച്ചിട്ടുണ്ട്. ഈ നീർച്ചാൽ വിഷയത്തിൽ 2024 ഡിസംബർ 10-നും 2025 ജനുവരി 27-നും 2 പരാതികൾ എല്ലാ തെളിവുകളോടെ മുഖ്യമന്ത്രിക്ക് അയച്ചിട്ട് നാളിതുവരെ നഗരസഭയിൽ നിന്നോ താലൂക്ക് ഓഫീസിൽ നിന്നോ ആരും പരാതി അയച്ച് ആളെ വിളിച്ചിട്ടില്ല. ഒരു പേപ്പറും ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ഓഫീസുകളിൽ നിന്നും പരാതിക്കാരന് കിട്ടിയിട്ടുമില്ല. വേറൊരാളുടെ 28.50 മീറ്റർ മതിലിന് മുകളിൽ ഷീറ്റ് അടിച്ച് മതിൽ മൊത്തം തകർത്തതിനെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥനും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ആരും ഇടപെട്ട് ഈ കയ്യേറ്റക്കാരെ രക്ഷിക്കുന്നുവെന്ന് വ്യക്തമാണ്. നാട്ടുകാർ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി നടപടിക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് അയച്ചതിന് നാട്ടുകാരുടെ കയ്യിൽ തെളിവുണ്ട്. 5 മാസത്തിന് മേലെയായിട്ട് ആ പരാതിയിൽ നടപടിയില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതാണ് നാട്ടുകാർ ഉയർത്തുന്ന ചോദ്യം. കയ്യേറ്റക്കാർ സമ്പന്നരായതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകാത്തതെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് നാട്ടുകാർക്കറിയാം. ഈ വിഷയം ഇപ്പോൾ ഏതാണ്ട് ആലപ്പുഴയിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പട്ടണത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും അറിയാം. ഇതേ കിടങ്ങാമ്പറമ്പ് വാർഡിലെ നീർച്ചാൽ വിഷയത്തിൽ തന്നെ ആലപ്പുഴ നഗരസഭയ്ക്കെതിരെ മറ്റൊരു കോടതിയലക്ഷ്യ കേസ് ഉണ്ടെന്നുള്ളത് മറച്ചുവെച്ചതും സമ്പന്നരായ ഈ 2 കയ്യേറ്റക്കാരെ രക്ഷിക്കാനാണെന്നും നാട്ടുകാർ പറയുന്നു. ഒരു MLAയുടെ പിന്തുണ ഇതിന് പിന്നിലുള്ളവർക്കുണ്ട്. നഗരഹൃദയത്തിലെ കയ്യേറ്റത്തിനെതിരെ നിരന്തര പരാതികളും കോടതി ഇടപെടലുകളും ഉണ്ടായതിനെ തുടർന്ന് അത് ഒഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെ വീണ്ടും വെള്ളക്കെട്ടുണ്ടാക്കാൻ ശ്രമമെന്ന ആക്ഷേപം സജീവമായി. കയ്യേറ്റക്കാരിൽ ഒരാൾ ഇപ്പോൾ പടിയില്ലാതിരുന്ന വീടിന്റെ ഗേറ്റിന് 2 അടി പൊക്കത്തിൽ പടി കെട്ടി അടച്ചതിനാൽ മഴവെള്ളം പോലും ഒഴുകിപ്പോകില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വെള്ളം ഒഴുകി പോകുന്നതിലുള്ള നീർച്ചാലിന്റെ തുടക്കം ഈ ഭാഗത്തു നിന്നാണ്. ഈ ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി നീർച്ചാൽ പുനഃസ്ഥാപിക്കണമെന്ന് ഹൈക്കോടതി 2023 ജൂണിൽ വിധി പുറപ്പെടുവിച്ചിരുന്നു. പ്രദേശവാസി നൽകിയ ഹർജിയിലാണ് വിധി വന്നത്. നഗരസഭ ഇത് നടപ്പാക്കില്ല. അതിനാൽ നഗരസഭയ്ക്കെതിരെ കോടതിയലക്ഷ്യ കേസ് നിലവിലുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിധി നടപ്പാക്കാത്തതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശാനുസരണം ആലപ്പുഴ ലീഗൽ സർവീസസ് അധികൃതരും സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് നഗരസഭയിൽ നിന്ന് കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചില അനക്കങ്ങൾ തുടങ്ങിയത്. പക്ഷേ അതും പെട്ടെന്ന് നിലച്ചു. ഈ പ്രദേശം മഴക്കാലത്ത് വെള്ളത്തിലുമായി. പുറമ്പോക്ക് തോട് കയ്യേറിയതോടെ 35ഓളം കുടുംബങ്ങളാണ് പ്രദേശത്ത് മഴക്കാലത്ത് വെള്ളക്കെട്ടിലാകപ്പെടുന്നത്. കയർ യന്ത്ര നിർമ്മാണ കമ്പനിയുടെ വടക്ക് ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾക്കാണ് ദുരിതം. റീസർവേ പ്രകാരം തങ്ങൾ കിട്ടിയ ഭൂമിയാണ് നികത്തിയതെന്നാണ് കയ്യേറ്റക്കാർ പറയുന്നത്. ഇത് മിച്ചഭൂമിയാണെന്നുള്ള വിവരാവകാശ രേഖകൾ സഹിതമാണ് പ്രദേശവാസികൾ കളക്ടർക്ക് പരാതി നൽകിയത്. 10 വർഷത്തിൽ കൂടുതലായ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് നഗരസഭ ഫലപ്രദമായി ഇടപെടുന്നില്ല. ചില കൗൺസിലർമാരുടെ ഇടപെടലാണ് കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാത്തതിന് തടസ്സമെന്ന് റെസിഡൻസ് അസോസിയേഷൻ പറയുന്നു.